ചെമ്പനീർ പൂവ് സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ രവീന്ദ്രനും ഭാര്യ ചന്ദ്രമതിയും തമ്മിലുള്ള അകലം നാൾക്ക് നാൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. രവീന്ദ്രന്റെ മുഖത്തെ കാർമേഘം കണ്ട് വീട്ടിലുള്ളവർ ഒന്ന് മിണ്ടാൻ പോലും ഭയന്നു. ചന്ദ്രമതിയോട് മിണ്ടില്ലെന്ന ഉറച്ച തീരുമാനത്തിലായിരുന്നു അദ്ദേഹം. രേവതിയോട് ചന്ദ്രമതി മാപ്പ് പറയാതെ താൻ ഇനി ഈ വീട്ടിൽ മിണ്ടില്ലെന്ന രവീന്ദ്രന്റെ വാശി ആ വീടിന്റെ സമാധാനം പൂർണ്ണമായും കെടുത്തിയിരുന്നു. സച്ചിയും രേവതിയും തങ്ങളാൽ കഴിയുന്ന വിധത്തിലെല്ലാം ആ അച്ഛനെയും അമ്മയെയും അനുനയിപ്പിക്കാൻ ശ്രമിച്ചു. അച്ഛ, അമ്മയോടൊന്ന് ക്ഷമിക്കൂ, അമ്മ ചെയ്തത് തെറ്റാണ്, അതൊക്കെ ഞങ്ങൾക്കറിയാം. എന്നാലും വീടിന്റെ സമാധാനം ഓർത്ത് ഒന്ന് വിട്ടുവീഴ്ച ചെയ്യൂ എന്ന് സച്ചി പലതവണ കെഞ്ചി. പക്ഷേ രവീന്ദ്രൻ കുലുങ്ങിയില്ല. തന്റെ മരുമകളായ രേവതിയെ കള്ളിയാക്കാൻ നോക്കിയ സ്വന്തം മകന്റെ തെറ്റുകൾക്ക് കൂട്ടുനിന്ന ചന്ദ്രമതിയോട് ക്ഷമിക്കാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നില്ല. മക്കളും മരുമക്കളും മാറി മാറി വന്ന് സംസാരിച്ചിട്ടും ആ മഞ്ഞുരുക്കാൻ രവീന്ദ്രൻ തയ്യാറായില്ല. ഈ പ്രതിസന്ധിക്കൊരു പരിഹാരം കാണാതെ മുന്നോട്ട് പോവില്ലെന്ന് സച്ചിക്ക് മനസ്സിലായി. അതിനിടയിലാണ് മറ്റൊരു സംഭവം നടക്കുന്നത്. ശ്രുതി കൊടുത്ത 2 ലക്ഷം രൂപ കൊണ്ട് രേവതിക്കായി ഒരു സെക്കൻഡ് ഹാൻഡ് കാറ് വാങ്ങിക്കാൻ സച്ചി തീരുമാനിച്ചു. വാടക കോടാനും വരുമാനം കണ്ടെത്താനും അത് ഉപകരിക്കുമല്ലോ എന്നതായിരുന്നു സച്ചിയുടെ കണക്കുകൂട്ടൽ. സച്ചി പല കാറുകളും നോക്കി വെച്ചിരുന്നു. അതിലൊന്ന് തിരഞ്ഞെടുക്കാൻ അവൻ രേവതിയെ വിളിപ്പിച്ചു. പക്ഷേ രേവതിയുടെ മറുപടി സച്ചിയെ അത്ഭുതപ്പെടുത്തി. സച്ചിയേട്ടാ, നമുക്കിപ്പോൾ കാറൊന്നും വേണ്ട, അവൾ പറഞ്ഞു. സച്ചിക്ക് ദേഷ്യം വന്നു. നീ തന്നെയല്ലേ രേവതി ഒരു കാറ് വാങ്ങി വാടകയ്ക്ക് ഓടിക്കുന്ന കാര്യം പറഞ്ഞത്? ഇപ്പോ നീ എന്താ ഇതിൽ നിന്നും പിന്മാറുന്നത്? അവൻ ചോദിച്ചു. രേവതിയുടെ മറുപടി അവളുടെ പക്വത തെളിയിക്കുന്നതായിരുന്നു. സച്ചിയേട്ടാ, വീട്ടിലെല്ലാവരും സന്തോഷമായി ഇരിക്കുമ്പോഴല്ലേ നമ്മളും സന്തോഷിക്കേണ്ടത്? അച്ഛനും അമ്മയും തമ്മിലൊന്നും മിണ്ടാതെ മുഖത്തു പോലും നോക്കാതെ നടക്കുമ്പോൾ നമ്മൾ മാത്രം ഒരു കാറും വാങ്ങി വരുന്നത് ശരിയല്ലല്ലോ. അച്ഛൻ എത്രത്തോളം വിഷമിക്കുന്നുണ്ടെന്ന് സച്ചിയേട്ടൻ അറിയാമല്ലോ. ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങട്ടെ, എന്നിട്ട് മതി നമുക്ക് കാറ് വാങ്ങിക്കുന്നതൊക്കെ. രേവതിയുടെ വാക്കുകളിലെ നന്മ സച്ചിയെ ചിന്തിപ്പിച്ചു. അവൾ പറഞ്ഞതാണ് ശരി. ഈ ഒരു സാഹചര്യത്തിൽ സ്വന്തം സന്തോഷത്തിന് പ്രാധാന്യം നൽകുന്നത് സ്വാർത്ഥതയായിരിക്കും. നീ പറഞ്ഞതിലും കാര്യമുണ്ട് രേവതി. അവരുടെ പ്രശ്നങ്ങൾ തീരാതെ നമ്മൾ എന്ത് ചെയ്താലും അതിനൊരു ഭംഗിയുണ്ടാവില്ല. സച്ചി സമ്മതിച്ചു. പക്ഷേ സച്ചിയേട്ടാ, നമ്മൾ എത്ര ശ്രമിച്ചിട്ടും അവരുടെ പിണക്കം മാറുന്നില്ലല്ലോ. ഇനിയിപ്പം നമ്മൾ എന്ത് ചെയ്യും? രേവതി നിസ്സഹായതയോടെ ചോദിച്ചു. അപ്പോഴാണ് സച്ചിയുടെ മനസ്സിൽ ആ ഒരു ആശയം ഉദിച്ചത്. ഇവർ തമ്മിലുള്ള വഴക്ക് മാറ്റാൻ ഇനി ഒരേ ഒരാൾക്കേ സാധിക്കൂ. സച്ചി ആത്മവിശ്വാസത്തോടെ പറഞ്ഞു. അതാരാ സച്ചിയേട്ടാ? രേവതി ആകാംക്ഷയോടെ ചോദിച്ചു. അതൊക്കെ ഞാൻ വഴിയെ പറയാം, നീ കണ്ടോ? സച്ചി ഒരു ഗൂഢാലോചനക്കാരന്റെ ചിരിയോടെ പറഞ്ഞു. സച്ചി നേരെ പോയത് തറവാട്ടിലേക്കാണ്. അവിടെ നിന്നും അച്ചമ്മയെ കൂട്ടിക്കൊണ്ടുവരാനേ. ചന്ദ്രമതിക്ക് ആകെ ഭയമുള്ള രവീന്ദ്രൻ ജീവന് തുല്യം അനുസരിക്കുന്ന ഒരേ ഒരു വ്യക്തി അത് അച്ചമ്മ മാത്രമാണ്. അച്ചമ്മ വന്നു കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ നേരെയാവുമെന്ന് സച്ചിക്ക് ഉറപ്പായിരുന്നു. അച്ചമ്മയും കൂട്ടി വീട്ടിലേക്കുള്ള യാത്രക്കിടയിൽ സച്ചി നടന്ന സംഭവങ്ങളെല്ലാം തന്നെ അച്ചമ്മയോട് വിവരിച്ചു. ചന്ദ്രമതി രേവതിയുടെ സ്വർണമെടുത്ത് സുധിക്ക് നൽകുകയും അത് മുക്കുപണ്ടമാണെന്ന് കള്ളം പറഞ്ഞ് രേവതിയുടെയും അവളുടെ വീട്ടുകാരെയും അപമാനിക്കാൻ ശ്രമിച്ചുവെന്നും അവസാനം കള്ളം പൊളിഞ്ഞുവെന്നും എല്ലാം സച്ചി ഒന്നു വിടാതെ തന്നെ അച്ചമ്മക്ക് പറഞ്ഞുകൊടുത്തു. ഇതൊക്കെ കേട്ട അച്ചമ്മയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നിരുന്നു. നീ എന്താടാ സച്ചി ഇതൊന്നും എന്നോട് നേരത്തെ തന്നെ പറയാതിരുന്നതെന്ന് അച്ചമ്മ ദേഷ്യപ്പെട്ട് ചോദിച്ചു. അച്ചമ്മയുടെ 80ാം പിറന്നാൾ ആഘോഷിക്കുകയായിരുന്നില്ലേ? ആ സമയത്ത് അച്ചമ്മയെ വിഷമിപ്പിക്കേണ്ട എന്ന് കരുതിയാണ് ഞങ്ങൾ ഇതൊന്നും തന്നെ പറയാതിരുന്നതെന്ന് സച്ചി മറുപടി നൽകി. അത് ശരിയായില്ല സച്ചി. ഒരു കുടുംബത്തിൽ പ്രശ്നമുണ്ടാകുമ്പോൾ അത് എന്നോടും കൂടി പറയണമായിരുന്നു. എൻ്റെ സന്തോഷത്തിന് വേണ്ടി നിങ്ങൾ സങ്കടം ഉള്ളിലൊതുക്കുന്നത് ശരിയല്ല. എന്തായാലും നിന്റെ അമ്മക്ക് അഹങ്കാരം വല്ലാതെ കൂടിയിട്ടുണ്ട്. അവൾക്ക് ഞാൻ വെച്ചിട്ടുണ്ട് എന്നൊക്കെ അച്ചമ്മയുടെ സ്വരം കടുത്തു. വീടിന്റെ മറുവശത്ത് കാറ് വന്നു നിന്നപ്പോൾ ആരും അച്ചമ്മയെ പ്രതീക്ഷിച്ചിരുന്നില്ല. മുൻവശത്ത് നിൽക്കുകയായിരുന്ന രേവതി കാറിൽ നിന്നും ഇറങ്ങുന്ന അച്ചമ്മയെ കണ്ട് ഞെട്ടി. അച്ചമ്മേ, ഇതെന്താ ഒരു മുന്നറിയിപ്പുമില്ലാതെ? വരുന്ന കാര്യമൊന്നും തന്നെ പറഞ്ഞില്ലല്ലോ? രേവതി ഓടിച്ചെന്ന് ചോദിച്ചു. അന്നേരം അച്ചമ്മ അവളെ രൂക്ഷമായി ഒന്ന് നോക്കി. നീ എന്നോടൊന്നും മിണ്ടണ്ട, നീയും എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. രേവതി അന്നേരം തല താഴ്ത്തി. അച്ചമ്മക്കെല്ലാം മനസ്സിലായി എന്ന് അവൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അവൾ സച്ചിയുടെ മുഖത്തേക്ക് നോക്കി. ഞാൻ എല്ലാം പറഞ്ഞു രേവതി. സച്ചി പറഞ്ഞു. അച്ഛൻ്റെയും അമ്മയുടെയും പ്രശ്നം തീർക്കാൻ അച്ചമ്മക്ക് മാത്രമേ കഴിയൂ. അതുകൊണ്ടാണ് സത്യങ്ങളെല്ലാം തന്നെ എനിക്ക് അച്ചമ്മയോട് തുറന്നു പറയേണ്ടി വന്നത്. രേവതി അച്ചമ്മയുടെ കൈ പിടിച്ചു. അച്ചമ്മേ, അച്ഛൻ എന്നോട് ക്ഷമിക്കണം. അച്ചമ്മയുടെ പിറന്നാൾ സന്തോഷത്തോടെ നടക്കണമെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അന്ന് ഈ കാര്യങ്ങളൊന്നും പറയാതിരുന്നത്. രേവതിയുടെ വാക്ക് കേട്ടുകൊണ്ട് തന്നെ അച്ചമ്മയുടെ മുഖത്തെ കാർക്കശ്യം അല്പമൊന്ന് അയഞ്ഞു. എന്നാലും മോളെ, കുടുംബം എന്ന് പറയുന്നത് സുഖവും ദുഃഖവും ഒരുപോലെ തന്നെ പങ്കുവെക്കാനുള്ളതാണ്. നിങ്ങൾ മാത്രം വിഷമിപ്പിച്ച് മറ്റുള്ളവരെ മാത്രം സന്തോഷിക്കുന്നതിൽ എനിക്ക് സഹിക്കില്ല. നിനക്കെങ്കിലും എന്നോട് ഇതെല്ലാം തന്നെ പറയാമായിരുന്നു. അന്നേരം ഞങ്ങൾക്ക് അച്ചമ്മയുടെ സന്തോഷമായിരുന്നു വലുത് എന്ന് രേവതി അഭിപ്രായപ്പെട്ടു. എവിടെ അവൾ, എൻ്റെ മരുമകൾ? അച്ചമ്മയുടെ ചോദ്യം ഒരു ഇടിമുഴക്കം പോലെയായിരുന്നു അവിടെ. അമ്മ അകത്തുണ്ട്, രേവതി പറഞ്ഞു.
അച്ചമ്മ നേരെ അകത്തേക്ക് നടന്നു. അകത്തെ ഹാളിൽ ഒന്നും അറിയാതെ ചിന്താവിഷ്ടയായി ഇരിക്കുകയായിരുന്നു ചന്ദ്രമതി. ചന്ദ്രേ! ആ വിളി കേട്ട് ചന്ദ്രമതി ഒന്ന് ഞെട്ടി വിറച്ചുപോയി. ചാടി എഴുന്നേറ്റ് തിരിഞ്ഞു നോക്കുമ്പോൾ മുന്നിൽ സാക്ഷാൽ അച്ചമ്മ തന്നെ വന്നിരിക്കുന്നു. ചന്ദ്രമതിയുടെ മുഖമങ്ങ് വിളറി. ആ അമ്മയോ? ഇതെന്താ ഇപ്പോ? പിറന്നാൾ കഴിഞ്ഞു പോയതല്ലേയുള്ളൂ? ചന്ദ്രമതി വിക്കി വിക്കി ചോദിച്ചു. അച്ചമ്മ ഒന്നും മിണ്ടാതെ ചന്ദ്രമതിയെ ഒഴിഞ്ഞൊന്നു നോക്കി. ആ നോട്ടത്തിൽ ചന്ദ്രമതി ആകെ ഉരുകിപ്പോയിരുന്നു. എന്താ, ഞാൻ വന്നത് നിനക്ക് ഇഷ്ടായില്ലാന്നുണ്ടോ? ഞാൻ വരുമെന്ന് നീ ഒട്ടും പ്രതീക്ഷിച്ചില്ല അല്ലേ? അച്ചമ്മയുടെ സ്വരത്തിൽ പരിഹാസം നിറഞ്ഞു നിന്നു. അല്ലമ്മേ, പെട്ടെന്ന് കണ്ടപ്പോൾ ചന്ദ്രമതി പരിങ്ങലോടെ പറഞ്ഞു. പെട്ടെന്ന് വരേണ്ട ഒരു ആവശ്യമുണ്ടായി. അച്ചമ്മ പറഞ്ഞു. നീ ഇവിടെ കാട്ടിക്കൂട്ടുന്നതൊക്കെ ഞാൻ അറിഞ്ഞു ചന്ദ്രേ. ചന്ദ്രയുടെ ഉള്ളൊന്ന് കാളി. അവൾ ദേഷ്യത്തോടെ രേവതിയെ നോക്കി. ഇവൾ ആർക്കും പറഞ്ഞു കൊടുത്തത് എന്നായിരുന്നു ചന്ദ്രമതിയുടെ ചിന്ത. അത് മനസ്സിലാക്കിയ അച്ചമ്മ പറഞ്ഞു. നീ അവളെ നോക്കി ഇങ്ങനെ പേടിപ്പിക്കൊന്നും വേണ്ട. അവളല്ല ഇതൊന്നും എന്നോട് പറഞ്ഞത്. നിന്റെ മോൻ സച്ചി തന്നെയാണ്. ചന്ദ്രക്ക് ശ്വാസമങ്ങ് നേരെ വീണു. പക്ഷേ അച്ചമ്മയുടെ മുന്നിൽ നിൽക്കാൻ അവൾക്ക് നല്ല ഭയമായിരുന്നു. നിന്റെ സ്വഭാവത്തിന് ഒരു മാറ്റവുമില്ലല്ലോ ചന്ദ്രേ. നീ ഇത്രയും തരം താഴ്ന്നു പോയോ? എവിടെ രവീന്ദ്രൻ? അദ്ദേഹം ടെറസിലുണ്ടെന്ന് ചന്ദ്രമതി പറഞ്ഞു. പോയി വിളിച്ചോണ്ട് വാ, അച്ചമ്മ കൽപ്പിച്ചു. ഞാനോ? അത് പിന്നെ ചന്ദ്രമതി മടിച്ചു. അച്ചമ്മേ, അവർ തമ്മിൽ മിണ്ടുന്നില്ല എന്ന് സച്ചി ഇടപെട്ടു. അമ്മ വിളിച്ചാലൊന്നും അച്ഛൻ വരില്ല. ഓ, അത് ഞാൻ മറന്നു. നിനക്കുള്ളത് ഞാൻ പിന്നെ തരാം. എന്റെ മോനെ ഞാൻ തന്നെ പോയി കൊണ്ടോളാം എന്നൊക്കെ പറഞ്ഞ് അച്ചമ്മ പടികൾ കയറി നേരെ മുകളിലേക്ക് പോയി. ടെറസിൽ കൈവരിയിൽ പിടിച്ച് ദൂരേക്ക് നോക്കി നിൽക്കുകയായിരുന്നു രവീന്ദ്രൻ. മനസ്സ് നിറയെ സംഘർഷങ്ങളായിരുന്നു. മോനെ രവി! ആ വിളി കേട്ട് രവീന്ദ്രൻ തിരിഞ്ഞു നോക്കി. അമ്മയെ കണ്ടതും ആ വലിയ മനുഷ്യൻ ഒരു കൊച്ചു കുട്ടിയെപ്പോലെ ഓടിച്ചെന്ന് അമ്മയെ കെട്ടിപ്പിടിച്ചു. അദ്ദേഹത്തിന്റെ കണ്ണുകളെല്ലാം തന്നെ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. അമ്മേ, അമ്മ ഇപ്പൊ വന്നു. ഞാൻ അമ്മയെക്കുറിച്ച് ആലോചിച്ചതേയുള്ളൂ. നീ എന്താടാ മോനെ ഇങ്ങനെ കൊച്ചു കുട്ടികളെ പോലെ കരയുന്നത്? അച്ചമ്മ സ്നേഹത്തോടെ മകന്റെ തലയിൽ തഴുകി. എന്റെ മക്കൾ എന്നോടെല്ലാം പറഞ്ഞു രവീന്ദ്ര, അച്ചമ്മ പറഞ്ഞു. രവീന്ദ്രൻ തല കുനിച്ചു നിന്നു. നീയും നിന്റെ ഭാര്യയും പ്രായം കുറഞ്ഞവരൊന്നുമല്ല. ഇങ്ങനെ വഴക്കിട്ട് നടക്കാൻ നാണമില്ലേ നിങ്ങൾക്ക്? എന്ത് പ്രശ്നമുണ്ടായാലും അത് സംസാരിച്ച് തീർക്കണം. അല്ലാതെ ഇങ്ങനെ മൗനം പാലിച്ചിട്ട് എന്താ കാര്യം? രവീന്ദ്രന്റെ ഉള്ളിലെ സങ്കടം അങ്ങ് അണപൊട്ടി. അമ്മേ, അവൾ ചെയ്ത തെറ്റ് അതൊരിക്കലും എനിക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല. സ്വന്തം തെറ്റ് മറക്കാൻ വേണ്ടി അവൾ രേവതിമോളെയും രേവതിമോളുടെ വീട്ടുകാരെയും അമ്മയുടെയൊക്കെ തലയിൽ കുറ്റം കെട്ടിവെച്ചു. എന്നിട്ടും അവൾക്ക് ഒരു കുറ്റബോധവും ഇല്ലാമേ. അത് പുതിയ കാര്യമൊന്നുമല്ലല്ലോ രവീന്ദ്ര, അച്ചമ്മ പറഞ്ഞു. അവളുടെ സ്വഭാവം നിനക്കറിയാവുന്നതല്ലേ. അവൾ തെറ്റ് ചെയ്യും, പക്ഷേ അതൊന്നും സമ്മതിച്ചു തരില്ല. അത് വെച്ച് നീ എന്തിനാ ഇങ്ങനെ നിന്റെ ജീവിതം കളയുന്നത്? ഇത്രയും നാളും ഞാൻ സഹിച്ചു അമ്മേ. ഇനി എനിക്ക് വയ്യ. അവളുടെ അഹങ്കാരത്തിന് ഒരു അറുതി വരുത്തണം. അവൾ മാപ്പ് പറയാതെ ഞാൻ ക്ഷമിക്കില്ല, രവീന്ദ്രൻ തറപ്പിച്ചു പറഞ്ഞു. ചന്ദ്രമതി രേവതിയോട് മാപ്പ് പറയാതെ എനിക്കൊരിക്കലും സഹിക്കാൻ പറ്റില്ല എന്ന് പറയും. മക്കളെ, അച്ഛനും അമ്മയും ഇങ്ങനെ വഴക്കിട്ട് കഴിഞ്ഞാൽ അത് കുട്ടികളെ ബാധിക്കും. നാളെ അവർക്കും ഇതൊരു മാതൃകയാവും. നീ ചന്ദ്രയോട് ക്ഷമിക്ക്. അവളോട് നീ മിണ്ടണം. ഇല്ല അമ്മേ, എനിക്ക് പറ്റില്ല. അവൾ രേവതിയോട് മാപ്പ് പറയണം. എങ്കിൽ മാത്രമേ ഞാൻ അവളോട് ക്ഷമിക്കൂ എന്ന് രവീന്ദ്രൻ വാശി പിടിച്ചു. അച്ചമ്മ അല്പനേരമൊന്ന് ആലോചിച്ചു. പിന്നെ പറഞ്ഞു. മോനെ, അതൊന്നും വേണ്ട. അവളെ കൊണ്ട് രേവതിയോട് മാപ്പ് പറയിപ്പിക്കരുത്. എല്ലാവരുടെയും മുന്നിൽ വെച്ച് മരുമോളോട് മാപ്പ് പറയേണ്ടി വന്നാൽ ചന്ദ്രമതിക്ക് രേവതിയോടുള്ള പക കൂടും. അത് പിന്നീട് രേവതിക്ക് തന്നെ ദോഷമായി വരും. എന്റെ രേവതി മോളെ ഈ വീട്ടിൽ ഇനിയും വിഷമിപ്പിക്കാനൊന്നും എനിക്ക് വയ്യ. അച്ചമ്മ പറഞ്ഞ വാക്കിനെ പറ്റി രവീന്ദ്രനൊന്ന് ചിന്തിച്ചു. എന്നിട്ട് അമ്മ പറയുന്നത് ശരിയാണ്. ചന്ദ്രമതിയുടെ പക ഭയങ്കരമാണ്. പക്ഷേ അവളെ കൊണ്ട് ഞാൻ ഇനി മാപ്പ് പറയിപ്പിക്കും. അതുപോരെ? അച്ചമ്മ ചോദിച്ചു. നീ അവളോട് ക്ഷമിക്ക്. വാ, നമുക്ക് താഴേക്ക് പോവാം. അച്ചമ്മയുടെ വാക്കുകളൊന്നും തള്ളിക്കളയാൻ രവീന്ദ്രന് കഴിയില്ലായിരുന്നു. മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും അദ്ദേഹം അച്ചമ്മക്കൊപ്പം തന്നെ താഴേക്ക് നടന്നു. താഴെ ഹാളിൽ എല്ലാവരും ആകാംക്ഷയോടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അച്ചമ്മ രവീന്ദ്രനെയും കൂട്ടി താഴേക്ക് വരുന്നതും കണ്ട് സച്ചിക്കും രേവതിക്കും ആശ്വാസമായി. അച്ചമ്മ ചന്ദ്രയുടെ നേർക്ക് തിരിഞ്ഞു. എന്റെ രവിമോനോട് ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞു മനസ്സിലാക്കിയിട്ടുണ്ട് ചന്ദ്രേ. അവൻ നിന്നോട് ക്ഷമിക്കും. പക്ഷേ അതിനൊരു നിബന്ധനയുണ്ട്. ചന്ദ്രമതി ഭയത്തോടെ നോക്കി. നീ രേവതി മോളോട് മാപ്പൊന്നും പറയണ്ട. അവളെ കൊണ്ട് പറയിപ്പിക്കാൻ എനിക്ക് താല്പര്യവുമില്ല, അച്ചമ്മ പറഞ്ഞു. അന്നേരം ചന്ദ്രമതിക്കൊന്ന് ആശ്വാസമായി. രേവതിയോട് മാപ്പ് പറയേണ്ടി വരുന്നത് അവൾക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ലായിരുന്നു. പക്ഷേ അച്ചമ്മ തുടർന്നു. നീ രവീന്ദ്രനോട് മാപ്പ് പറയണം. നിന്റെ ഭർത്താവാണവൻ. ഒരു ഭർത്താവ് അറിയാതെ നീ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തത് തെറ്റാണ്. മക്കളെയും മരുമക്കളെയും ഒരുപോലെ കാണണമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ? നീ ചെയ്തത് വലിയ തെറ്റാണ് ചന്ദ്രേ. ഇതിന് നീ നിന്റെ ഭർത്താവിനോട് മാപ്പ് പറഞ്ഞേ പറ്റൂ. ചന്ദ്രമതി ആകെ വെട്ടിലായി. മക്കളുടെയും മരുമക്കളുടെയും മുന്നിൽ വെച്ച് ഭർത്താവിനോട് മാപ്പ് പറയുക എന്നത് അവളെ സംബന്ധിച്ചിടത്തോളം വലിയ നാണക്കേട് തന്നെയായിരുന്നു. പക്ഷേ അച്ചമ്മയുടെ കൽപ്പിച്ചു കൂട്ടിയുള്ള നോട്ടത്തിനു മുന്നിൽ അവൾക്ക് വേറെ വഴിയൊന്നും ഉണ്ടായിരുന്നില്ല. എന്നോട് ക്ഷമിക്കണം രവിയേട്ടാ, ചന്ദ്രമതി വിറക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു. ഞാൻ ഇനി ഒന്നും ചെയ്യില്ല. രവിയേട്ടനറിയാതെ എൻ്റെ ജീവിതത്തിൽ ഇനി ഒന്നും സംഭവിക്കില്ല.
അച്ചമ്മ രവീന്ദ്രനെ നോക്കി. മതിയായില്ലേ മോനെ, നിന്റെ ദേഷ്യം ഇപ്പൊ മാറിയില്ലേ? രവീന്ദ്രൻ പറഞ്ഞു. അമ്മേ, ഈ പ്രശ്നങ്ങൾ നടക്കുമ്പോൾ ഇവിടെ എല്ലാവരും ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവൾ മാപ്പ് പറയുമ്പോഴും ഇവിടെ എല്ലാവരും വേണം. അമ്മ തലയാട്ടി. ശരിയാണ് സച്ചി, നീ എല്ലാവരെയും വിളിക്ക്. സച്ചി പോയി ശ്രുതിയെയും വർഷയെയും ശ്രീകാന്തിനെയും എല്ലാവരെയും അങ്ങോട്ടേക്ക് വിളിച്ചുകൊണ്ട് വന്നു. എല്ലാവരും അച്ചമ്മയെ കണ്ട് അത്ഭുതപ്പെട്ടു. നിങ്ങളുടെ എല്ലാവരുടെയും മുന്നിൽ വെച്ചാണ് ഈ പ്രശ്നങ്ങളുണ്ടായത്. അതുകൊണ്ട് ചന്ദ്രമതി മാപ്പ് പറയുമ്പോഴും നിങ്ങൾ എല്ലാവരും ഇവിടെ വേണം, അച്ചമ്മ പറഞ്ഞു. ചന്ദ്രമതിക്ക് ഭൂമി പിളർന്നങ്ങ് താഴേക്ക് പോയാൽ മതി എന്നായി. എല്ലാവരുടെയും മുന്നിൽ വെച്ച് താൻ അപമാനിക്കപ്പെടുകയാണ്. രേവതിയുടെ മുന്നിൽ വെച്ച് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരുന്നതിലുള്ള ദേഷ്യം അവളിൽ പകഞ്ഞു പൊന്തി. എങ്കിലും അവൾ വീണ്ടും പറഞ്ഞു. എന്നോട് ക്ഷമിക്കണം, ഞാൻ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല. ഞാൻ ഇനി ഒരിക്കലും ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല. എനിക്ക് മാപ്പ് തരണം രവിയേട്ടാ. ചന്ദ്രമതി പൊട്ടിക്കരഞ്ഞു. അത് കുറ്റബോധം കൊണ്ടായിരുന്നില്ല, മറിച്ച് അപമാനം കൊണ്ടായിരുന്നു. രവീന്ദ്രൻ പറഞ്ഞു. എനിക്ക് നിന്നോട് ദേഷ്യമൊന്നുമില്ല. അമ്മയുടെ വാക്ക് മാനിച്ച് അദ്ദേഹം അത് പറഞ്ഞുവെങ്കിലും ഉള്ളിലെ മുറിവ് ഉണങ്ങിയിട്ടില്ലെന്ന് അദ്ദേഹത്തിന്റെ മുഖഭാവം വ്യക്തമായിരുന്നു. അന്തരീക്ഷം അങ്ങനെ ഒന്ന് തണുത്തു എന്ന് തോന്നിയതിനു ശേഷം അച്ചമ്മയുടെ ശ്രദ്ധ നേരെ സുധിയിലേക്ക് തിരിഞ്ഞു. മോനെ സുധി, നീ ഇങ്ങോട്ടേക്കൊന്ന് വന്നേ. സുധി ഭയഭക്തി ബഹുമാനത്തോടെ അച്ചമ്മയുടെ അടുത്തേക്ക് ചെന്നു. എന്താ അച്ചമ്മേ? പെട്ടെന്നായിരുന്നു അത് സംഭവിച്ചത്. അച്ചമ്മയുടെ കൈ വായുവിൽ നിന്ന് ഉയർന്നു. ടപ്പേ എന്നൊരു ശബ്ദത്തോടു കൂടി തന്നെ സുധിയുടെ കവിളിൽ ഒരു അടി അങ്ങ് വീണു. എല്ലാവരും ഞെട്ടിപ്പോയി. അച്ചമ്മേ, എന്താ ഇത്? സുധി കവിളിൽ കൈവച്ചുകൊണ്ട് തന്നെ ചോദിച്ചു. മിണ്ടിപ്പോവരുത് നീ, അച്ചമ്മ ഗർജിച്ചു. നീ ഒരാൾ കാരണമാണ് ഈ വീട്ടിൽ ഇത്രയും അധികം പ്രശ്നങ്ങളുണ്ടായത്. പഠിപ്പും വിവരവും എല്ലാം ഉണ്ടായിട്ടും നിനക്കൊരു വകതിരിവില്ലാതെ പോയല്ലോടാ. ബിസിനസ്സിൽ പറ്റിക്കപ്പെട്ടുവെങ്കിൽ ആ കാര്യം വീട്ടിൽ തുറന്നു പറയാൻ നിനക്ക് മേലായിരുന്നോ? അല്ലാതെ വേറൊരാളുടെ സ്വർണം മോഷ്ടിച്ച് നീ കടം വീട്ടുന്നത്. ഛേ! സുധി തല കുമ്പിട്ട് നിന്നു. എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ലായിരുന്നു അച്ചമ്മേ, അതുകൊണ്ട് പെട്ടുപോയതാ ഞാൻ. പെട്ടുപോയാൽ ബാക്കിയുള്ളവരെയും കൂടെ കുഴിൽ ചാടിക്കണമെന്നുണ്ടോ? ഛേ, നാണക്കേട്, അച്ചമ്മ അവജ്ഞതയോടെ പറഞ്ഞു. പിന്നീട് അച്ചമ്മ ശ്രുതിയുടെ നേരെ തിരിഞ്ഞു. എനിക്കിനി നിന്നോടാ മോളെ പറയാനുള്ളത്. ഇവന്റെ അമ്മ ഇവനെ കൊഞ്ചിച്ച് വഷളാക്കി വെച്ചിരിക്കുകയാണ്. നീ ഇവന്റെ ഭാര്യയാണ്. ഇവൻ കാണിക്കുന്ന തോന്നിവാസങ്ങൾക്ക് നീ ഒരിക്കലും കൂട്ടു നിൽക്കരുത്. അച്ചമ്മേ, എനിക്കിതൊന്നും അറിയില്ലായിരുന്നു എന്ന് ശ്രുതി പറഞ്ഞു. അറിയണം. ഭാര്യയായ ഭർത്താവിന്റെ കാര്യങ്ങളെല്ലാം തന്നെ ശ്രദ്ധിക്കണം. ഇവൻ ചെയ്യുന്ന തെറ്റുകൾ തിരുത്താൻ നീ മുൻകൈ എടുക്കണം. അവന്റെ അമ്മയെ പോലെ തന്നെ നീയും എല്ലാത്തിനും കൂട്ടുനിന്നു കഴിഞ്ഞാൽ നിന്റെ ജീവിതം കൂടിയാണ് നശിക്കുന്നത്. ഇവനെ നേരെയാക്കേണ്ട ഉത്തരവാദിത്വം നിനക്കാണ്. അന്നേരം ശ്രുതി തലയാട്ടിക്കൊണ്ട് തന്നെ ഞാൻ ശ്രദ്ധിച്ചോളാം അച്ചമ്മേ എന്ന് പറയും. പ്രശ്നങ്ങൾക്കൊക്കെ ഒരു താൽക്കാലിക പരിഹാരമായി എന്ന് കരുതി അച്ചമ്മ സമാധാനിച്ചു. ഇനിയിപ്പോ എല്ലാവർക്കും സന്തോഷായില്ലേ? അച്ചമ്മ ചോദിച്ചു. എല്ലാവരും പിരിഞ്ഞുപോയി. പക്ഷേ രവീന്ദ്രന്റെ മനസ്സ് മാത്രം ശാന്തമായിരുന്നില്ല. വൈകുന്നേരം അത്താഴം കഴിക്കാൻ എല്ലാവരും ഒന്നിച്ചിരുന്നു. പഴയ സന്തോഷം തിരികെ കൊണ്ടുവരാൻ അച്ചമ്മ ഒരു വിദ്യ പ്രയോഗിച്ചു. എല്ലാ ഭാര്യമാരും ഭർത്താക്കന്മാരും പരസ്പരം ഭക്ഷണം വായിൽ വെച്ചു കൊടുക്കണം. അച്ചമ്മ പറഞ്ഞു. എല്ലാവരും അത് അനുസരിച്ച് മടിയോടെയാണെങ്കിലും ചന്ദ്രമതിയും ഒരു ഉരുള ചോറെടുത്ത് രവീന്ദ്രന്റെ നേരെ നീട്ടി. പക്ഷേ അത് കഴിക്കാൻ നിൽക്കാതെ രവീന്ദ്രൻ കസേര തള്ളി നീക്കി അവിടെ നിന്നും എഴുന്നേറ്റ് പോയി. ചന്ദ്രമതിയുടെ കൈ പാതി വഴിയിൽ തിരിച്ചു നിന്നു. അച്ചമ്മക്ക് കാര്യം മനസ്സിലായി. രവീന്ദ്രൻ ചന്ദ്രമതിയോട് ശരിക്കും ക്ഷമിച്ചിട്ടില്ല. ചന്ദ്രമതിയുടെ മാപ്പ് പറച്ചിൽ ആത്മാർത്ഥതയില്ലെന്നും രവീന്ദ്രന്റെ ക്ഷമിക്കൽ പേരിന് മാത്രമായിരുന്നുവെന്നും ആ മുതിർന്ന സ്ത്രീ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരുന്നു. ഈ കുടുംബത്തിലെ വിള്ളലുകൾ വിചാരിച്ചതിലും ആഴമുള്ളതാണ്. അച്ചമ്മ ഒരു തീരുമാനമെടുത്തു. ഈ വീട്ടിലെ പ്രശ്നങ്ങൾ പൂർണ്ണമായും തീർന്നിട്ട് മാത്രമേ താൻ ഇനി തിരികെ പോകുന്നുള്ളൂ എന്ന്. മകന്റെയും മരുമകളുടെയും ഇടയിലെ മഞ്ഞുരുകി. ആ പഴയ സന്തോഷം തിരികെ കൊണ്ടുവരാൻ താൻ ഇവിടെ നിന്നേ മതിയാവൂ എന്ന് അച്ചമ്മ തീരുമാനിച്ചു. അങ്ങനെ ചെമ്പനീർ പൂവിലെ പരമ്പര ഇനി അടിപൊളി സൂപ്പർ എപ്പിസോഡുകൾ തന്നെയാണ് വരാനിരിക്കുന്നത്. സംഘർഷഭരിതമായ നിമിഷങ്ങളിലേക്കുള്ള സൂചനകൾ ബാക്കിയായിരുന്നു. കുടുംബ ബന്ധങ്ങളുടെ സങ്കീർണതകളും സ്നേഹവും പകയും നിറഞ്ഞ മനുഷ്യ മനസ്സുകളുടെ വിചിത്രമായ സഞ്ചാരങ്ങളും അങ്ങനെ ഒത്തിരി വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാനുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും. ബൈ.